തമിഴ്നാട്ടിൽ വിജയിയുടെ ടി.വി.കെയുമായി സഖ്യത്തിനൊരുങ്ങി കോൺഗ്രസ്. 5 എം.എൽ.എമാരും ടി.വി.കെയെ പിന്തുണക്കും. ഇന്നലെ അടിയന്തരമായി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് തീരുമാനം. 2 മന്ത്രിസ്ഥാനം കോൺഗ്രസ് ആവശ്യപ്പെടും. പ്രധാന ബോർഡ് കോർപ്പറേഷൻ പദവികളും ആവശ്യപ്പെട്ടേക്കും. പാർട്ടി തീരുമാനം ഇന്ന് ടി.വി.കെയെ അറിയിക്കുമെന്ന് തമിഴ്നാട് ചുമതലയുള്ള ഗിരീഷ് ചോദാങ്കർ വ്യക്തമാക്കി. പി.സി.സി തീരുമാനം ഇന്ന് ഹൈക്കമാൻഡിനെയും അറിയിക്കും. അതേസമയം ഇന്ത്യ സഖ്യം വിടുമെന്ന ഡി.എം.കെയുടെ നിലപാടിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. നടൻ വിജയിയുടെ അധ്യക്ഷതയിലുള്ള തമിഴക വെട്രി കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 108 സീറ്റുകൾ നേടിയ സാഹചര്യത്തിൽ സഖ്യസാധ്യതകൾ സജീവമായി പരിശോധിക്കുകയായിരുന്നു കോൺഗ്രസ്. തമിഴ്നാട് രാഷ്ട്രീയം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മതേതര സർക്കാർ രൂപീകരിക്കാനാണ് താൽപര്യമെന്ന് വിജയ് അറിയിച്ചിട്ടുണ്ടെന്നും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അറിയിച്ചിരുന്നു. വലിയ മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും ഭരണം പിടിക്കാനുള്ള 118 സീറ്റുകളുടെ മാന്ത്രിക ഭൂരിപക്ഷത്തിലേക്ക് ടി.വി.കെയ്ക്ക് എത്താനായിരുന്നില്ല. 234-ൽ 108 സീറ്റുകളാണ് ടി.വി.കെ നേടിയത്. ഡി.എം.കെ 59, എ.ഡി.എം.കെ 47, കോൺഗ്രസ് 5, പി.എം.കെ 4, മുസ്ലിം ലീഗ് 2, സി.പി.ഐ 2, സി.പി.എം 2 എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ. അതോടൊപ്പം താൻ ഡൽഹിയിൽ പോയത് മഹാരാഷ്ട്രയിലെ പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണെന്ന് രമേശ് ചെന്നിത്തല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ മികച്ച വിജയത്തിൽ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അഭിനന്ദനങ്ങൾ അറിയിച്ചതായും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. നിരീക്ഷകർ അവരുടെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടും കേരളത്തിലെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇത്രയധികം ചർച്ചകൾ നടക്കുന്നതെന്ന് ചെന്നിത്തല ചോദിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായ പ്രവർത്തന രീതികളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ആ രീതികൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൃത്യസമയത്ത് ഉണ്ടാകുമെന്നും അനാവശ്യമായ വിവാദങ്ങൾക്കോ ചർച്ചകൾക്കോ പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.